എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വാർത്തകളിലേക്ക്, പത്രങ്ങളിലേക്ക് പെട്ടെന്ന് പോകാം. ഇന്ന് വിഷുവാണ്. വിഷുവിൻ്റെ ഒരു ഫ്ലേവറോട് കൂടിയാണ് എല്ലാ പത്രങ്ങളും നമ്മുടെ മുറ്റത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരുമുറ്റത്തിരുന്നാണ് നമ്മൾ ഇന്ന് പത്രം വായിക്കാൻ പോകുന്നത്. മലയാള മനോരമ 17 വരെ മിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ കൂടെ മറക്കേണ്ട. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ ഒഡീഷയിൽ VC-യുടെ 13 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. സംഭവത്തിൽ 2 പേർ ഗുജറാത്തിൽ അറസ്റ്റിൽ എന്നുള്ളതാണ്. സോളർ വിലക്ക് വിരട്ടി സർക്കാർ. കുടിശ്ശികയുടെ പേരിൽ KSEB-യുടെ അനുമതി നിഷേധം. അതിൽ സർക്കാർ ഓഫീസുകളിലെ പ്ലാന്റുകൾക്ക് ഉടൻ അനുമതി നൽകാൻ KSEB-യുടെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മക്കളെ കണികാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ഒരു ലീഡ് വാർത്ത ഇന്ന് എന്തായാലും മനോരമയുടെ ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാം. ഏറ്റെടുക്കാൻ ആരുമില്ലാതെ ചികിത്സ കഴിഞ്ഞിട്ടും ആശുപത്രിയിൽ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നത് 70 പേരാണ്. അപ്പോൾ ആ അമ്മമാരെ തിരിച്ചു പിടിക്കാനായി മക്കളോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. മരണ സർട്ടിഫിക്കറ്റും സ്വത്തും വേണം എന്ന്, വീട്ടിൽ സംസ്കരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്, ബന്ധുക്കളെ അറിയിക്കാറുണ്ട്. പക്ഷേ മൃതദേഹം കൊണ്ടുപോകാൻ പോലും എത്താറില്ല എന്നുള്ളതും ഒരു സങ്കട കാഴ്ചയാണ്. മാർപ്പാപ്പയുടെ ഓശാന ഞായർ ആശംസ. ഡൽഹി റോഡിലൂടെ കുരിശിന്റെ വഴി വിലക്കിയത്. ഇതൊക്കെയാണ് മനോരമയുടെ ഫ്രണ്ട് പേജ് വാർത്തകൾ. നമുക്ക് മാതൃഭൂമിയിലേക്ക് വന്നാൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയക്രമം നിശ്ചയിച്ചതിൽ കേന്ദ്രത്തിന് എതിർപ്പ് എന്നതാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ. എന്റെ കണ്ണു തുറക്കുമ്പോൾ BK ഹരിനാരായണന്റെ വരികളുണ്ട്, അതുകൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. എന്റെ കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ നീ വന്നു നിൽക്കണം, നിന്റെ കൃഷ്ണമണിക്കുള്ളിൽ നിന്നെ കാണുന്നൊരെന്നെ ഞാൻ കാണണം, നമ്മിലെ കണ്ണീർത്തുള്ളി പൂക്കൊന്നയാവണം, ചിന്തകൾ വെന്ത പാടത്തായി ആദ്യ വെള്ളരി കായ്ക്കണം, ചെറുപുഞ്ചിരിയാൽ സ്വപ്ന കമ്പിപ്പൂത്തിരി കത്തണം, അൻപിൻ കൊമ്പിൽ വിഷുപ്പക്ഷി നമ്മൾക്കായി പാട്ടുപാടണം, കണ്ണാടിച്ചില്ലിലാവില്ല തന്മുഖം കണ്ടതാദ്യമായി, ആദിമാനുഷരന്യോന്യം കണ്ണിൽ നോക്കിയാവണം, അരുളാൽ മിഴിനീ നീട്ടു കാണാം തമ്മിൽ വിഷുക്കണി, ഒരു വാക്കൊരു പൂ പോലെ എന്നുള്ളിൽ കൈനീട്ടി നൽകുക. എത്ര മനോഹരമായ വരികളാണ് ഹരിനാരായണന്റേതായി ഇവിടെ മാതൃഭൂമി കുറിച്ചിരിക്കുന്നത്. ഭരണത്തിന് ഗവർണർ തടസ്സമാകരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും നൽകിയിരിക്കുന്നു. ഒപ്പം ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. നമുക്ക് മാധ്യമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാധ്യമത്തിൽ യുക്രൈനിൽ 32 മരണം. വെടിനിർത്തൽ ചർച്ചകൾക്കിടെ റഷ്യൻ ആക്രമണത്തിൽ 32 പേർ മരിച്ച വാർത്ത. അതോടൊപ്പം ഓശാന ദിനത്തിൽ ഡൽഹിയിൽ കുരിശിന്റെ വഴിക്ക് പോലീസ് അനുമതി നിഷേധിച്ചത്. ആന്ധ്രയിൽ പടക്കശാലയിലെ സ്ഫോടനത്തിൽ 8 പേർ മരിച്ചത്. ഇതൊക്കെയാണ് ഫ്രണ്ട് പേജ് വാർത്തകൾ. അവധിയല്ലേ, ഒരു യാത്ര പോയാലോ എന്ന് പറഞ്ഞ് കൊച്ചിയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നത് പ്രാദേശിക പേജിലും മാധ്യമം പങ്കുവച്ചിട്ടുണ്ട്. ദേശാഭിമാനിയിലും വിദ്വേഷ തലസ്ഥാനം കുരിശിന്റെ വഴി തടഞ്ഞു എന്നതാണ് പ്രധാന വാർത്തയായി ഇന്നലത്തെ കാര്യമാണ്. ആ വാർത്തയാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈസ്റ്റർ വിശുദ്ധവാരത്തിൽ പ്രശസ്തമായ ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കുള്ള കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. ഭരണഘടനാ ലംഘനമെന്ന് മുഖ്യമന്ത്രി, തടഞ്ഞത് സുരക്ഷാ കാരണങ്ങളാലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇതാണ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് വാർത്ത. ദ ഹിന്ദുവിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഫ്രണ്ട് പേജ് പരസ്യമാണ്. ഇന്ന് ഒരു മാട്രിമോണി ആഡാണ് എന്തായാലും ഫ്രണ്ടിൽ കണ്ടത്. ദ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലും CAPF ഡിപ്ലോയിഡ് ഇൻ മൂർഷിദാബാദ്, സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ, സേസ് DGP. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷം 150 പേരിലധികം അറസ്റ്റിലായിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ നീക്കം, അതായത് സുപ്രീം കോടതിയിൽ നിന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഇനി ഈ ബില്ലുകളുടെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് കേരളത്തിന്റെ നീക്കം എന്നതാണ് പ്രാധാന്യത്തോടുകൂടി ദ ഹിന്ദു ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത. വൈശാഖി ചിയേഴ്സ്. ഇന്ന് വിഷു മാത്രമല്ല, വൈശാഖി കൂടിയാണ്. വൈശാഖിയുടെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിരിക്കുന്ന വിശ്വാസികളുടെ ചിത്രമാണ് ദ ഹിന്ദു പ്രാധാന്യത്തോടുകൂടി ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് രായരമംഗലം ക്ഷേത്രത്തിലെ 4 പ്രവേശനം. അത് ദ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരള ടെമ്പിൾ ഓപ്പൺ സേക്രഡ് സ്പേസ് ടു ഓൾ സെക്ഷൻസ്, previously restricted to specific communities. The inner quarter of the centuries old Pilikod Rayaramangalam temple in Kasaragod district has been opened to all communities for the first time following a reformist campaign. അതാണ് ദ ഹിന്ദുവിന്റെ പ്രധാനപ്പെട്ട വാർത്ത. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു.